മകളെ ഇലക്ട്രോണിന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം സബ്സ്റ്റേഷൻ അല്ല. ഇലക്ട്രോൺ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ജനിച്ചതും വളർന്നതൊക്കെ എവിടെയാണ്? അത് നമ്മുടെ സ്വന്തം സബ്സ്റ്റേഷനില്ല. എത്ര ടൈപ്പ് ഇലക്ട്രോണുകളുടെ വീടുകളുണ്ട്? 4 ടൈപ്പ് ഇലക്ട്രോൺ വീടുകളുണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് അല്ലെ. അങ്ങനെ ഈ ഓരോ വീട്ടിലും കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പഠിക്കണ്ടേ? എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് കേൾക്കുമ്പോൾ തന്നെ അതിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ശ്രദ്ധിച്ചോ, എസ് ഒന്ന് തിരിച്ചിട്ട് നോക്കിയ മക്കളെ. എസ് ഒന്ന് തിരിച്ചിട്ടാൽ അത് 2 അല്ലേ? അപ്പൊ എസ് എന്ന് പറയുന്ന സബ്സ്റ്റേഷനിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. അടുത്തത് പി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എഴുതി നോക്കിയതാ. ഇതുപോലെ എഴുതി നോക്കിയേ. ഇത് ഏകദേശം ഒരു 6 അല്ലേ? വലിയ ലോജിക്ക് നോക്കരുത്. ഇത് ഏകദേശം ഒരു 6 അല്ലേ? 6 ആണെങ്കിൽ ആ പിയിൽ എത്ര എണ്ണം കൊള്ളും? 6 കണ്ടോ? ഇതിലൊരു 6 ഒളിഞ്ഞിറക്കുന്നത്, തിരിച്ചിട്ടാ 6 ആയി. അടുത്ത ഡിയിൽ എത്ര എണ്ണം കൊള്ളും? ഐ തന്നെ ഒളിഞ്ഞിറക്കുന്നത് കണ്ടോ? 1 0 അല്ലെ. 1 0 ഐ തന്നെ ഉണ്ട്. എന്ത് ഒളിഞ്ഞിറക്കുന്നു കണ്ടോ? 1 0 അല്ലെ. അപ്പൊ 10 ഇലക്ട്രോണിനെ കൊള്ളും. എഫ് ഒന്ന് ഇങ്ങനെ നോക്കൂ. എഫ് ഇങ്ങനെ നോക്കുമ്പോ എത്ര വരും? 4 വരില്ലേ? 14 അല്ലേ? എഫ് ഇങ്ങനെ നോക്കുമ്പോ കണ്ടോ? 4 4 4 14. ഓക്കെ, അപ്പൊ എസിൽ 2 6 10 14. ഓക്കെ, അപ്പൊ ആ പേര് തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ 7 മണിക്ക് നമ്മുടെ 4 ചാപ്റ്റേഴ്സ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കേണ്ട 4 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാ? നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ മോൾ കൺസെപ്റ്റ്, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റൽസ്. ഈ 4 ചാപ്റ്റർ ലൈവായിട്ട് ഞാനും ജസീൽ സാറും കൃത്യം 7 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫുൾ കൺസെപ്റ്റ്, 1 ഷോട്ട് അല്ല, ഫുൾ ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടിപൊളിയായിട്ട് അത് പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ കൃത്യം 7 മണിക്ക് മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ലൈവിൽ വരിക. കമന്റ് ബോക്സ് അടിപൊളിയാക്കി തരിക. അപ്പൊ 7 മണിക്കാണ്.